ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദൈവവചന ചിന്തയുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു വേദഭാഗം വായിക്കാം. 2 തിമോഥെയോസ് 2:13 വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വിശ്വസ്തത എന്നുള്ള ഒരു കാര്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം വിശ്വസ്തനാണ്, വിശ്വസ്തനായ ദൈവം. നാം എത്ര അവിശ്വസ്തരായി തീർന്നാലും ദൈവത്തിന് ആ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയുകയില്ല. ദൈവം നമ്മോട് വിശ്വസ്തത കാണിക്കും എന്നുള്ളതാണ്. എന്താണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ, നാം ഒരു വ്യക്തിയെ വിശ്വസ്തനെന്ന് പറയണമെങ്കിൽ അയാളിൽ നമുക്ക് പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു ജോലി, ഒരു ദൗത്യം അയാളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയണം. അയാളത് സത്യസന്ധമായും ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് വിശ്വസ്തൻ എന്ന് വിളിക്കാൻ കഴിയും. ദൈവം വിശ്വസ്തനാണ്, വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം എന്നെല്ലാം ദൈവത്തെക്കുറിച്ച് നാം പറയാറുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം വന്ന ഓരോ സാഹചര്യങ്ങളിലും ദൈവം നമ്മെ വിശ്വസ്തയോടുകൂടി കാത്തു പരിപാലിച്ചത് കൊണ്ടാണ് ഇന്ന് നാം ഈ നിലയിലായിരിക്കുന്നത്. നമ്മുടെ സന്തോഷവും സമാധാനവും സൗഖ്യവും ഒക്കെ ദൈവം നമുക്ക് നൽകിയത് എല്ലാം നമ്മുടെ കഴിവോ പ്രശംസിക്കുവാൻ നമുക്കൊന്നുമില്ല. നമ്മുടെ കഴിവല്ല, പുകഴ്ചയല്ല. പിന്നെ എന്താണ് പ്രത്യുത? അത് ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തത ഒന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ നാം പ്രകാരം വായിക്കുന്നത് എബ്രായർ 1:2 വാക്യം: മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ കൽപ്പിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ഒരു വിശ്വസ്തനായ മോശയെക്കുറിച്ചാണ് നമ്മുടെ പഠിക്കുന്നത്. മോശെ ദൈവഭവനത്തിലേക്കും വിശ്വസ്തനായിരുന്നു. മോശയെ ദൈവം വിളിക്കുന്നത് തൻ്റെ അമ്മാവിയപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അവിടെ വെച്ച് ദൈവം മോശയെ തൻ്റെ ജനമായ ഇസ്രയേലിനെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് കനാൻ ദേശത്തിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ദൈവം മോശയെ വിളിച്ചത്? ദൈവം കണ്ടത് മോശ ഒരു വിശ്വസ്തനായിട്ടാണ്. അതിനാൽ തന്നെ ദൈവം മോശയെ വിളിച്ചു വേർതിരിച്ചു. അനേകം ഒഴിവ് കഴിവുകളെല്ലാം മോശ പറഞ്ഞെങ്കിലും ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്, മറ്റാരെങ്കിലും അയക്കണമേ എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ തന്നെയും ദൈവം അവന് കൂട്ടായിട്ട് തൻ്റെ സഹോദരനായ അഹരോനെയും അയച്ചു. മോശയ്ക്ക് വായായി സംസാരിപ്പാൻ അഹരോനെയും ദൈവം അയക്കാനിടയായിരുന്നു. അങ്ങനെ മോശ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഫറവോൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് തൻ്റെ ജനത്തെ വിട്ടയക്കാൻ വേണ്ടി ഫറവോനോട് പറയാനിടയിൽ തീർന്നു. അങ്ങനെ ഫറവോൻ്റെ ഹൃദയം കഠിനമായപ്പോൾ ദൈവം 10 ബാധകൾ അയക്കുവാനിടയായി. അതിനുശേഷമായി ജനത്തെ ഫറവോൻ വിട്ടയച്ചപ്പോൾ ആ ജനത്തെയും കൊണ്ട് മോശെ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്, കനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവർ കടന്നു പോകുമ്പോൾ യാത്രയുടെ പ്രാരംഭഘട്ടത്തിൽ അവർ ആദ്യം ചെങ്കടലിൽ എത്തിച്ചേരുകയാണ്. ചെങ്കടൽ അവരുടെ വഴിക്ക് തടസ്സമായിട്ട് മുന്നിൽ നിൽക്കുന്നത് ചെങ്കടലാണ്. ഇരുവശത്തും വലിയ മലകളും, പുറകിൽ മിസ്രൈമിൻ്റെ സൈന്യം, ഫറവോൻ്റെ സൈന്യം അവരെ പിന്തുടരുന്നൊരു സാഹചര്യം. ഏതു വിധേനയും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ, മുന്നോട്ടോ പിൻപോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ കഴിയാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിൽ അവർ അകപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനത മോശയോട് നിലവിളിക്കുകയാണ്: മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഇവിടെ ഈ ചെങ്കടലിൽ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് മോശയോട് നിലവിളിക്കുകയാണ്. മോശ പറയുന്ന ചില വാക്കുകളുണ്ട്: ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പിനെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വിശ്വാസത്തിൻ്റെ വചനവും പറഞ്ഞ് ഇസ്രായേൽ ജനതയെ, തൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനതയെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുകയാണ് മോശ ചെയ്യുന്നത്. നാം വിചാരിക്കും മോശ ഇത്രത്തോളം ധൈര്യത്തോടെ വിശ്വാസത്തോടുകൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്രയും ധൈര്യത്തോടെ പറയാൻ മോശയ്ക്ക് എങ്ങനെ കഴിയുന്നു?
ദൈവം മോശയെ വിശ്വസ്തനായി തിരഞ്ഞെടുത്തു. ഈ വിശ്വസ്തദാസനായ മോശ തൻ്റെ ജനത്തെ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ മോശയുടെ വാക്ക് വിശ്വസിച്ച് കടന്നു വരികയാണ് ഇസ്രായേൽ ജനത. എന്നാൽ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അവർ മോശയ്ക്കെതിരെ പിറുപിറുക്കുകയും മോശയുടെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവർ കരയുകയും ചെയ്യുമ്പോൾ മോശ അവരെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത് പറഞ്ഞ ചില വാക്കുകളാണ് നാം വായിച്ചത്. ഇന്നു കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല. ഇത് പറഞ്ഞിട്ട് നാം വിചാരിക്കും മോശ അടുത്തതായിട്ടുള്ള ചെയ്ത പ്രവൃത്തി എന്താണെന്ന്. നമ്മൾ പുറപ്പാട് 14, 13, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എന്താണ്, മോശ ഇതെല്ലാം പറഞ്ഞ് ഈ തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനതയെ ധൈര്യപ്പെടുത്തിയെങ്കിൽ തന്നെയും മോശ അതിനുശേഷമായി ദൈവസന്നിധിയിൽ വീണ്ടും കടന്ന് കരയുകയാണ് ചെയ്യുന്നത്. മോശയ്ക്കറിയാം, ദൈവത്തിൻ്റെ വാക്ക് കേട്ടാണ് ഞാൻ ഇറങ്ങിയത്, എൻ്റെ വാക്ക് കേട്ടാണ് ഈ ജനത വന്നത്. എന്നാൽ ഇവിടെ നിന്നും ഈ പ്രതിസന്ധി നിന്നും മുന്നോട്ട് പോകണമെങ്കിൽ ആ വാക്ക് പറഞ്ഞാൽ മാറാത്ത വിശ്വസ്തനായ ദൈവത്തിൻ്റെ ശക്തി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഉറപ്പ് മോശയ്ക്കുണ്ടായിരുന്നു. മോശയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞത് എന്താണ്, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം പ്രതിസന്ധികളെ മാറ്റി പുതിയൊരു വഴി തുറക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, അതുമാത്രമേ മോശയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും മുൻപോട്ടോ പുറകോട്ടോ പോകാൻ കഴിയാത്ത അവസ്ഥയിൽ നാം അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പുതിയൊരു വഴി നമുക്ക് വേണ്ടി തുറക്കുവാൻ സർവശക്തനായ ദൈവമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആ ദൈവം നമ്മെ വിശ്വസ്തനായി കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നാം മുന്നോട്ട് കാലുകളെ വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുവാൻ, ചെങ്കടലിനെ വിഭാഗിച്ച് പുതുവഴി തുറന്ന് നമ്മെ മുന്നോട്ട് നയിക്കുവാൻ ശക്തനായ വിശ്വസ്തനായൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ മോശ ദൈവത്തിന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ഇങ്ങനെ വീണ് എൻ്റെ സന്നിധിയിൽ ഇങ്ങനെ വീണ് കിടന്ന് കരയുന്നതിൻ്റെ ആവശ്യം എന്താണ്? നീ എഴുന്നേറ്റ് നിൻ്റെ വടി നീട്ടി ആ ചെങ്കടലിനെ വിഭാഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് തൻ്റെ കയ്യിലുള്ള വടി ചെങ്കടലിന് നേരെ നീട്ടിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായി വിഭാഗിക്കുകയും അങ്ങനെ ഇസ്രായേൽ ജനതയെ കടലിലൂടെ മുന്നോട്ട് നയിക്കുവാൻ മോശയ്ക്ക് സാധിക്കുകയും ചെയ്തു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം വിശ്വസ്തനായൊരു വ്യക്തിയായി മോശയെ കണ്ടെങ്കിൽ ആ ദൈവസന്നിധിയിൽ താണിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രതിസന്ധികൾ ദൈവസന്നിധിയോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുമ്പോൾ ആ വിശ്വസ്തനായ ദൈവം നമുക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കും, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ തുറക്കും, അടഞ്ഞ വഴികളെ തുറക്കുവാൻ ഇടയായി തീരും. ചെങ്കടലിനെ വിഭാഗിച്ച സർവശക്തനായ ദൈവത്തെയാണ് നാം ഓരോരുത്തരും ആരാധിക്കുന്നത്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും തളർന്നു പോകുവാനോ ധൈര്യം ശോഷിച്ച് അല്ലെങ്കിൽ അധൈര്യപ്പെട്ടു പോകുവാനോ അല്ല, പിന്നെയോ വിശ്വാസത്തിൻ്റെ വാക്കുകൾ മോശയെ പോലെ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയും. എനിക്ക് വേണ്ടി പുതിയ വഴികളെ ദൈവം തുറക്കും. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത വിശ്വസ്തനായ ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി വിശ്വസ്തനായി ഇറങ്ങി വന്ന് പുതിയ വഴികളെ തുറക്കുവാൻ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഒന്ന് മാത്രം നാം ചെയ്യുക, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക. ദൈവസന്നിധിയിൽ പ്രതിസന്ധികൾ മധ്യേ നാം പ്രാർത്ഥിക്കുക. ഏത് നിമിഷവും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് നമ്മുടെ കാൽച്ചുവടുകളെ മുന്നോട്ട് വെച്ച് ക്രിസ്തീയ ജീവിതം വളരെ വിജയകരമായി മുന്നോട്ട് നയിക്കുവാൻ അതിനാൽ നമുക്ക് സാധിക്കും. ഈ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിന്നിട്ടില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് നയിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ അനുഭവമല്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതയും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകും. ദൈവം നന്മകൾ നൽകും, ചില പ്രയാസങ്ങളുണ്ടാകും, ചില പരീക്ഷണങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരും. എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ച് സന്തോഷത്തോടുകൂടി വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ദൈവസന്നിധി നാം വിശ്വസ്തയോടെ നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി വിശ്വസ്തയോടുകൂടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും എന്ന കാര്യം നാം മറന്നു പോകരുത്. മോശെ ദൈവഭവനത്തിലേക്കും വിശ്വസ്തനായിരുന്നു. മോശയുടെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ജനത, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മോശ ഇറങ്ങിത്തിരിച്ചു, മോശയുടെ വാക്ക് കേട്ട് ഇസ്രായേൽ ജനത ഇറങ്ങിത്തിരിച്ചു. അങ്ങനെയെങ്കിൽ ആ ജനതയ്ക്ക് ആവശ്യമായതെല്ലാം നൽകുവാൻ ആ ദൈവം വിശ്വസ്തനാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിതൂണായി അവർക്ക് മുമ്പിൽ നടകൊള്ളുന്ന സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. മിസ്രൈമിനെതിരായി, ഫറവോനെതിരായി യുദ്ധം ചെയ്തത് സർവശക്തനായ ദൈവം തന്നെയായിരുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ശക്തിമാന്മാരുടെ അപ്പം എന്ന് പറഞ്ഞ മന്ന, സ്വർഗീയ ഭോജനമായ മന്ന ദൈവം നൽകി. അവർക്ക് ഇറച്ചി ചോദിച്ചപ്പോൾ കാടപ്പക്ഷികളെ ദൈവം നൽകി.
അവർക്ക് ആവശ്യമായതെല്ലാം ദൈവം നൽകുവാനിടയെ തീർന്നു. പ്രിയ ദൈവവേദലേ, നമ്മളെ ദൈവം വിളിച്ച് വിശ്വസ്തനെന്ന് കരുതി വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ മുന്നോട്ട് നമ്മളെ നയിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുകയും എന്നിട്ട് ദൈവം നമ്മെ വിട്ട് മാറിപ്പോകുന്നതിനല്ല, നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്നതിനാണ്. നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും തുണയായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ചാരയിരുന്ന് നമ്മുടെ ആവശ്യങ്ങളെ മധ്യേ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന കാര്യം നാം മറക്കരുത്. ഒരിക്കലും വാക്ക് പറഞ്ഞ് മാറിപ്പോകുന്ന ദൈവമല്ല, നമ്മെ ഒറ്റയ്ക്കാക്കി പോകുന്നൊരു ദൈവമല്ല എന്നാണ് ഈ മോശയുടെ അനുഭവം നമ്മെ മനസ്സിലാക്കുന്നത്. ഇവിടെ മോശ ഒറ്റയ്ക്കല്ല. മോശ ഇസ്രായേൽ ജനതയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ദൈവം പറയുന്നത് അതുപോലെ മോശ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്. അവിടെ മോശ ഒരാളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളെങ്കിലും മോശയോടൊപ്പം ഒരു സ്നേഹിതനെ പോലെ ദൈവം കൂടെയുണ്ട്. മോശയുടെ എതിരെയാണ് ജനമെല്ലാം ദേഷ്യത്തോടു കൂടി, കോപത്തോടു കൂടി മോശയോട് പിറുപിറുക്കുന്നത്. എന്നാൽ മോശയോട് മാത്രമല്ല ജനം പിറുപിറുക്കുന്നത്, ദൈവത്തോടും കൂടി അവർ പിറുപിറുക്കുകയാണ്. എന്നാൽ ഇങ്ങനെ മോശയ്ക്കെതിരെ ജനം തിരിയുമ്പോൾ മോശയ്ക്ക് ഒന്നു മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മാത്രം. കാരണം എന്താ? തന്നെ വിളിച്ച് വേർതിരിച്ച് തന്നെ വിശ്വസ്തനെന്ന് എണ്ണി വലിയൊരു ദൗത്യം ഏൽപ്പിച്ച സർവശക്തനായ ദൈവം ഈ ജനതയുടെ മുൻപിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ, നല്ല തക്കതായ മറുപടികൾ നൽകുവാൻ, അവർക്ക് ആവശ്യമായതെല്ലാം നൽകുവാൻ കഴിയുന്ന സർവശക്തനായ വിശ്വസ്തനായ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മോശയുടെ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും മറുപടി നൽകുവാനിടയായി തരും. അങ്ങനെയാണ് ഓരോ വഴികളും ദൈവം മോശയ്ക്ക് വേണ്ടി തുറന്നത്. അങ്ങനെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം ഓരോ വഴികൾ തുറന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഒരു സ്ഥാനത്താക്കി വെക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ ഇഷ്ടം പോലെ, ദൈവത്തിൻ്റെ ആ ദിവ്യസ്വഭാവമായ വിശ്വസ്തത നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രഭാകരൻ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നാം വായിച്ചു, മോശ ദൈവഭവനത്തിലേക്കും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ കൽപ്പിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ ദൗത്യം അനുസരിച്ച് ഈ ലോകത്തിലെ ഭൂമിയിലേക്ക് കടന്നു വന്നു. താൻ 33 തിരുവയസ്സ് വരെ ഭൂമിയിലായിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട ചില 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുക്കുകയും ആ ശിഷ്യന്മാർക്ക് ദൈവവചനം പഠിപ്പിക്കുകയും അവരോട് ഒരുമിച്ച് താമസിക്കുകയും അവരോട് ഒരുമിച്ച് ഭക്ഷിക്കുകയും ഉറങ്ങുകയും എല്ലാം ചെയ്തിട്ട് കർത്താവായ യേശു ക്രിസ്തു അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവസാന നിമിഷങ്ങളിൽ ആ ശിഷ്യന്മാരെല്ലാം തന്നെ വിട്ടു പോകാനിടയായി തീർന്നു. താൻ വിശ്വസ്തരെന്ന് കരുതിയ ആ ശിഷ്യന്മാർ 12 ശിഷ്യന്മാർ തന്നെ വിട്ടുപോയി. പത്രോസ് തന്നെ തള്ളി പറഞ്ഞു. തൻ്റെ മാറോട് ചാഞ്ഞു കിടന്ന യോഹന്നാൻ തന്നെ വിട്ട് ഓടിപ്പോകാനിടയായി തീർന്നു. തൻ്റെ കൂടെയുണ്ടായിരുന്ന തൻ്റെ സ്നേഹിതനായ തൻ്റെ ശിഷ്യനായ യൂദ തന്നെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുവാനിടയായി തീർന്നു. ഇങ്ങനെയുള്ള ഓരോ തിക്തനുഭവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. വിശ്വസ്തരെന്ന് കരുതിയവരെല്ലാം തന്നെ വിട്ട് ഓടിപ്പോയപ്പോൾ, അവിശ്വസ്തരായി തീർന്നപ്പോഴും ആ കർത്താവായ യേശുക്രിസ്തു വിശ്വസ്തയോടുകൂടി നിലനിൽക്കൊണ്ടു. ആ ദൈവം തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം കാൽവരി ക്രൂശിൽ പാപികളായ സകല ലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടി, സകല ലോക മാനവരാശിയുടെയും പാപപരിഹാരത്തിനു വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഉറ്റിച്ചെന്ന് ഈ കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇന്നും ആ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിന്നു. ആ ദൈവത്തിൻ്റെ വിശ്വസ്തനായി നിന്നതുകൊണ്ട് ഇന്നും നാം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവും കർത്താവുമായി നമ്മളെ സ്വീകരിക്കുന്നതിനാൽ ആ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ്. പ്രിയമുള്ളവരെ, മോശയെ പോലെ തന്നെ യേശുവും തന്നെ കൽപ്പിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. യേശു കർത്താവും വിശ്വസ്തനായിരുന്നു. അതിനാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിലുണ്ടായ ആ ഗുണമായ വിശ്വസ്തത, ദൈവത്തിലുള്ള ആ വിശ്വസ്തത, മോശയിലുള്ള ആ വിശ്വസ്തത നമ്മിൽ ഓരോരുത്തരും ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വിഷയം. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ മാതാപിതാക്കളോട് നാം വിശ്വസ്തരായിരിക്കണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. ദൈവം നമ്മൾ ചെറിയൊരു സ്ഥാനത്തിൽ ഏൽപ്പിച്ചാൽ ആ സ്ഥാനത്ത് നാം വിശ്വസ്തരായിരിക്കണം. ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായി നമ്മെ നിയമിച്ചാൽ ആ സ്ഥാനത്ത് നാം വിശ്വസ്തരായിരിക്കണം. നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ, ചെറിയൊരു ജോലിയാണെങ്കിലും ആ ജോലിയിൽ നാം വിശ്വസ്തരായിരിക്കണം. ദൈവദാസനായിട്ട് നമ്മെ നിയമിച്ചാൽ ആ സഭയിൽ ദൈവത്തിന് പ്രവൃത്തി ചെയ്യുന്ന കാര്യങ്ങളിൽ, ദൈവിക വലയിൽ നാം വിശ്വസ്തരായിരിക്കണം. അങ്ങനെ ഏത് മേഖലയിലും, ഒരു കുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാമ്പത്തിക നന്മകളും അവർക്കായ വസ്ത്രകാര്യങ്ങളെല്ലാം നൽകുന്ന മാതാപിതാക്കൾ അതെല്ലാം തൻ്റെ മക്കൾക്ക് സാമ്പത്തികമായിട്ടും എല്ലാം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നൽകി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ വിശ്വസ്തരം തന്നെയുണ്ട്. അവർക്ക് ഈ നന്മകളെല്ലാം നൽകുമ്പോൾ അവർ അതനുസരിച്ച് നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കും, നല്ല രീതിയിൽ പഠിച്ചൊരു ജോലി നേടുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇതെല്ലാം നൽകുന്നത്. അതിനാൽ എന്നെ കേൾക്കുന്ന പൈതങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വിശ്വസ്തത, നിങ്ങൾ മാതാപിതാക്കളോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം.
ചെറുപ്രായത്തിൽ ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ദൈവജനം നിങ്ങളെ അനുസരിക്കണം. ദൈവവചനത്തോട് വിശ്വസ്തത കാണിക്കണം. അങ്ങനെ വിശ്വസ്തരായിട്ട് ചെറുപ്രായത്തിലെ നാം നിൽക്കുകയാണെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങൾ ദൈവം നമ്മെ മാനിക്കും. പ്രകാരം നമ്മൾ ദൈവജനത്തിൽ വായിക്കുന്നത്, നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ചെറിയൊരു സ്ഥാനത്തിൽ നാം ആയിരുന്നെങ്കിൽ തന്നെയും ആ സ്ഥാനത്ത് നാം വിശ്വസ്തയോടുകൂടി നിൽക്കുകയാണെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് ദൈവം നമ്മെ മാനിക്കും. ഒരു രാജാവ് 10 പേരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ കൊടുക്കാനിടയായി തീർന്നു. എന്നിട്ട് രാജാവ് ഒരു യാത്ര പോയി തിരിച്ചു വന്നപ്പോൾ ഒരു വ്യക്തിയെ ഒന്നാമനെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു അവനോട് ചോദിച്ചു. ആ റാത്തൽ തിരിച്ചു ചോദിച്ചപ്പോൾ അവൻ 10 റാത്തൽ കൂടി നേടി, വ്യാപാരം ചെയ്ത് 10 റാത്തൽ കൂടി നേടുവാനിടയായി തീർന്നു. യജമാനൻ പറയുക, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്നെ ഞാൻ 10 പട്ടണത്തിന് അധിപതിയായി നിയമിച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വ്യക്തിയെ വിളിച്ചപ്പോൾ അയാൾ പറയുന്നത് പ്രകാരമാണ്, ഞാനൊരു 5 റാത്തൽ കൂടി എക്സ്ട്രാ നേടിയിട്ടുണ്ട്, വ്യാപാരം ചെയ്ത് നേടിയിരിക്കുന്നു. അപ്പോൾ ആ യജമാൻ ആ രാജാവ് അയാളെ 5 പട്ടണങ്ങൾക്ക് അധിപതിയാക്കി തീർത്തു. മൂന്നാമതൊരു വ്യക്തി എന്ന് പറയുകയാണ്, ഞാൻ അങ്ങ് തന്ന റാത്തൽ അതുപോലെ എടുത്ത് ഞാൻ റൂമാൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവൻ അത് വ്യാപാരം ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് നൽകിയ താലന്തുകൾ, ദൈവം നമുക്ക് നൽകിയ കഴിവുകൾ, ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ നാം വിശ്വസ്തയോടെ അത് വ്യാപാരം ചെയ്യുക, വിശ്വസ്തയോടെ ആ സാഹചര്യത്തിൽ നാം നിൽക്കുക എന്നുള്ളതാണ്. 5 കിട്ടിയവൻ 5 നേടിയപ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി അവൻ വ്യാപാരം ചെയ്ത് ആ താലന്തിനെ അല്ലെങ്കിൽ വ്യാപാരം ചെയ്ത് ആ റാത്തലിനെ 10 നേടിയപ്പോൾ, അല്ലെങ്കിൽ 5 നേടിയപ്പോൾ, അതുപോലെ തന്നെ നമുക്ക് ദൈവം നൽകിയ ഓരോ കഴിവുകൾ അതിന് നാം വ്യാപാരം ചെയ്ത് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അധ്വാനം ചെയ്യുമ്പോൾ ദൈവം നമ്മെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാനിടയായി തീരും എന്നുള്ളതാണ്. നമ്മളൊരു ഒന്നുകിൽ നമുക്ക് പാടുവാനുള്ള ഒരു കഴിവായിരിക്കാം, അല്ലെങ്കിൽ പ്രസംഗിപ്പാനുള്ള ഒരു കഴിവായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു കഴിവായിരിക്കാം, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാനുള്ള ഒരു കഴിവായിരിക്കാം. അങ്ങനെ ദൈവം ഏതൊക്കെയോ കഴിവുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എന്നാൽ ഈ കഴിവുകളെല്ലാം ദൈവനാമത്തിന് വേണ്ടി വ്യാപാരം ചെയ്യുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അത് ഈ കഴിവുകളെയെല്ലാം നാം കുഴിച്ചിടുന്നവനോ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുവാനല്ല, അതിനെല്ലാം വ്യാപാരം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മളിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ വ്യാപാരം ചെയ്ത് വിശ്വസ്തയോടുകൂടി ആ താലന്തുകളെ വിനിയോഗിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സങ്കീർത്തനം 37:3 വാക്യം ഇപ്രകാരമാണ്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. നാം ആയിരിക്കുന്ന ദേശത്ത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നാണ് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, അതോടൊപ്പം ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ആ ദേശത്ത് വിശ്വസ്തതയുള്ള ഒരു കുടുംബമായിട്ട്, വിശ്വസ്തതയുള്ള ഒരു വ്യക്തിയായിട്ട്, വിശ്വസ്ത കുടുംബമായി, അല്ലെങ്കിൽ ദൈവത്തിന് മാതൃകയുള്ള ഒരു കുടുംബമായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ദേശത്ത് നാം ആയിരിക്കുന്ന ഭവനത്തിലെല്ലാം, ഏത് ദേശത്താണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, ആ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബം ഒരു വിശ്വസ്തതയുള്ള കുടുംബമായി തീരണം. ദൈവത്തിൻ്റെ വിശ്വസ്ത സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യത്തിൽ, നമ്മളെ ഏൽപ്പിക്കുന്ന ജോലിയിൽ നാം വിശ്വസ്തരായിരിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വസ്തതയുടെ ആത്മാർത്ഥതയുടെ ദൈവത്തിൻ്റെ നാമത്തിലൂടെ നാം നിൽക്കുകയാണെങ്കിൽ, നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ, ജോലിയിൽ നാം വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ, കുടുംബജീവിതത്തിൽ നാം വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ, വിശ്വസ്തയോടെ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന കാര്യം നാം മറന്നു പോകരുത്. വിശ്വസ്തന്മാരാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് ആവശ്യം വിശ്വസ്തന്മാരെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ വിശ്വാസി എന്ന് പറയാം. എന്നാൽ ദൈവം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ആണ് വിശ്വസ്തൻ എന്ന് പറയുന്നത്. ഇന്നാളുകൾ നാം വിശ്വാസികൾ മാത്രമായി തീരാതെ ദൈവസന്നിധിയിൽ ദൈവം വിശ്വസിക്കുന്ന വിശ്വസ്തന്മാരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അവിശ്വസ്തതകളെ ക്ഷമിക്കണമേ. ദിവസങ്ങളിൽ ദൈവമേ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾപ്പാൻ തക്കവണ്ണം ഈ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുകൊണ്ട്, എൻ്റെ അവിശ്വസ്തതകളെ കണ്ടുകൊണ്ട് ദിവസങ്ങളിൽ ഞാൻ വിശ്വസ്തനായി ഞങ്ങളുടെ വചനത്തോട് വിശ്വസ്തത കാണിച്ച്, ഞങ്ങളുടെ എല്ലാ വചനങ്ങളും അനുസരിച്ച്, അങ്ങ് നൽകിയ കഴിവുകളെല്ലാം അങ്ങയുടെ നാമത്തിന് വേണ്ടി വിനിയോഗിച്ച്, ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു വിശ്വസ്തനായി നിന്നുകൊണ്ട് വിശ്വസ്തയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം അടിയനെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിശ്വസ്തതയുള്ള ദൈവം നമ്മെ മുന്നോട്ട് നയിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മളെ പരമേൽപ്പിച്ചു കൊടുക്കാം. വിശ്വസ്തയോടുകൂടി നമ്മെ പുലർത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് നമ്മുടെ തുറന്നുള്ള ജീവിതം, ശിഷ്ടകാലം സന്തോഷത്തോടുകൂടി നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമൊന്നു മാത്രമാണ്, ദൈവിക സ്വഭാവമായ വിശ്വസ്തത നമ്മിലുണ്ടാവട്ടെ.
നല്ലവനും വിശ്വസമായ ദാസനായി നമുക്ക് തീരുവാനിടയാകട്ടെ. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മെ വെച്ചിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും വിശ്വസ്തരായി നിലകൊള്ളുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. വിശ്വസ്തതയുള്ള ദൈവം, വാക്കുമാറാത്ത ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, നമ്മെ അനുദിനം വഴി നടത്തും. ആ ദൈവത്തിൽ വിശ്വസിക്കാം. ആ ദൈവത്തിൻ്റെ വിശ്വസ്ത ഭടനായി, ആ ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയായി മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.